ഹായ് ഗൈസ്, പുതിയൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ബജാജിൻ്റെ കുക്ക് ടോപ്പാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പാണ്. സോ പലർക്കുമുള്ളൊരു ഡൗട്ടാണ്, എന്തിന് കുക്ക് ടോപ്പ്, എന്താണ് കുക്ക് ടോപ്പും നമ്മുടെ നോർമൽ ഇൻഡക്ഷൻ സ്റ്റൗവും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിളായി പറയുകയാണെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗവിന് നമുക്ക് എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റേതായ സ്പെഷ്യൽ പാത്രങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ നമ്മൾക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾക്ക് ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ പാത്രങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അടുപ്പ് കത്തിക്കുന്ന ഫീലാണ്. നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും, പിന്നെ ആ ചൂട് പോകാൻ കുറച്ച് സമയം പിടിക്കും. സോ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. സോ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം. ബജാജിൻ്റേതായതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വളരെ മിനിമലിസ്റ്റിക് ആയ ഡിസൈനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗ്ലാസ് ടോപ്പാണ്, സൈഡെല്ലാം സ്റ്റീലാണ്. പിന്നെ ഒരു നോബ് വരുന്നുണ്ട്. നോബിലാണ് നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. സോ അതോടുകൂടി നമുക്കൊരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടിയാണ് നമുക്കിതിൽ കിട്ടുന്നത്. പിന്നെ ഒരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് വായിക്കേണ്ടവർക്ക് അതൊന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്താൽ വായിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കുന്നത്. നമ്മളത് കണക്റ്റ് ചെയ്യുകയാണ്. പവർ പിന്നിൽ തന്നെ കണക്റ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ടച്ച് പാനൽസൊക്കെ നല്ല സ്മൂത്താണ്, നോ ഇഷ്യൂസ് ഫൗണ്ട്. വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പവർ ഓൺ ചെയ്യുക. മാനുവൽ ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഫ്രൈ ഓപ്ഷൻ, അങ്ങനെ 2-3 ഓപ്ഷൻസേ ഉള്ളൂ. പക്ഷേ മാനുവൽ ഓപ്ഷനാണ് കൂടുതൽ യൂസബിലിറ്റി വൈസ് ഗുഡ് എന്ന് തോന്നുന്നു. ഇതിപ്പോൾ 2200 മാക്സിമം കപ്പാസിറ്റി ഉള്ളത്, വോൾട്ടേജ് കപ്പാസിറ്റി ഉള്ളത്. ഈ നോബ് നല്ല ഒരു സ്മൂത്ത് ഫീൽ തരുന്നുണ്ട്. സോ നോബ് തിരിച്ചാൽ കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് പറ്റും. അതാണ് നമുക്ക് നല്ലൊരു ഹീറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2800 വെക്കുമ്പോൾ തന്നെ കൈ അവിടെ വെക്കുമ്പോൾ തന്നെ ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. 2200 ആകുമ്പോഴേക്കും നല്ലൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്ക് ടോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചൂട് ആവാൻ ഇച്ചിരി ടൈം എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ നമ്മൾ പാല് അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ അതൊരു 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് തിളച്ച് വളരെ ആവിയായോ അല്ലെങ്കിൽ പാല് പൊന്തി വരാനുള്ളൊരു ഇത് കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു ടൈം എടുക്കുന്നുണ്ട്. ഒരു 2 to 3 മിനിറ്റാണ് നമുക്ക് ഒരു വെള്ളം ചൂടാവാനായിട്ട് ടൈം എടുത്തത്. അത് ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഇതിന് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ എന്ത് പാത്രം വേണമെങ്കിലും വെക്കാം. നമുക്കൊരു ചോറ് വെക്കാനോ ഏത് പാത്രമാണെങ്കിലും ഇത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങൾ മറ്റൊരു പാത്രം കൂടി വെച്ച്, സ്റ്റീൽ പാത്രം വെച്ച് ട്രൈ ചെയ്തു. അപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇതുപോലെ തിളച്ച് വരുന്നുണ്ട്. വളരെ കുറച്ചിട്ട് നോക്കി. അപ്പോൾ അടിയത്തെ ലൈറ്റിനൊരു കുറവ് കാണുന്നുണ്ടല്ലോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ സൗണ്ട് വോയിസ് ഇടാം, അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലാവും. നമ്മൾ ഓഫ് ചെയ്താലും അതിൻ്റെ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പാത്രം വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം വെക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഓഫ് ചെയ്താലും നമുക്ക് ഒരു 3-4 മിനിറ്റ് അവിടെ കൈവച്ചാൽ പൊള്ളുന്ന അത്രയ്ക്കുള്ള ഒരു ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികളൊക്കെ ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒരു ഗ്രിൽ പാൻ കൂടി അവർ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഷീൽഡ് പ്രൊട്ടക്ഷനായിട്ടും ഗ്രിൽ പാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പ്ലീസ് ഡു ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.